നമസ്കാരം. 20 കിലോമീറ്റർ ദൂരത്ത് വരെയുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള 300 കിലോവാട്ട് ഡയറക്റ്റ് എനർജി വെപ്പൺ അഥവാ ഡ്യൂ വികസിപ്പിച്ചെടുത്ത് പ്രതിരോധ രംഗത്ത് പുതുകാൽവെപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സൂര്യ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഹൈ എനർജി ലേസർ ആയുധം രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO യാണ് യാഥാർത്ഥ്യമാക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇത് സാധ്യമാകുന്നതിലൂടെ ഡയറക്റ്റ് എനർജി ആയുധ വികസനത്തിൽ ശക്തമായ മുന്നേറ്റമാകും രാജ്യം അടയാളപ്പെടുത്തുക. നിലവിൽ 100 കിലോവാട്ടിന്റെയും 50 കിലോവാട്ടിന്റെയും ലേസർ ആയുധങ്ങൾ DRDO വികസിപ്പിച്ചിരുന്നു. ഈ ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. ഇതിനു പിന്നാലെയാണ് 300 കിലോവാട്ടിന്റെ ലേസർ ആയുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ആഗോളതലത്തിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ലേസർ അടിസ്ഥാനമാക്കിയുള്ള ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ ഡയറക്റ്റ് എനർജി ആയുധ സംവിധാനങ്ങളോട് കിടപിടിക്കാൻ ഇന്ത്യയുടെ പുതു പദ്ധതിക്കാകും. 2027 സൂര്യയുടെ ആദ്യ പരീക്ഷണം നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന നിലയിലാകും സൂര്യ വികസിപ്പിക്കുക. അതിനൊപ്പം ഡ്രോണുകൾ, റോക്കറ്റുകൾ തുടങ്ങിയ ഭീഷണികളെ നിർവീര്യമാക്കാനുള്ള കരുത്തും ഈ ഹൈ എനർജി ലേസർ ആയുധത്തിനുണ്ടാകും. അതിനാൽ തന്നെ വ്യോമ പ്രതിരോധ രംഗത്ത് പ്രതീക്ഷയുണർത്തുന്ന ആയുധമായി സൂര്യ മാറുന്നു. പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡയറക്റ്റ് എനർജി ആയുധങ്ങളും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും മറ്റുമായി ഭീമമായ ചിലവ് അനിവാര്യമാണ്. അതപേക്ഷിച്ച് ലേസർ ആയുധങ്ങൾക്ക് ചെലവ് കുറവാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാലും ആദ്യഘട്ടത്തിൽ ഇവയുടെ വികസനത്തിനും വിന്യാസത്തിനുമായി വൻതുക നീക്കിവെക്കേണ്ടതായി വരും. പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ മിസൈലുകളെയും റോക്കറ്റുകളെയും ആശ്രയിച്ചാണ് വിമാനങ്ങളും ഡ്രോണുകളും നേരിടുന്നത്. ഇത്തരത്തിലുള്ള മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും നിർമ്മാണത്തിനായി തുടർച്ചയായി പണം മുടക്കേണ്ടതായി വരും. എന്നാൽ ഡയറക്റ്റ് എനർജി വെപ്പൺ സംവിധാനം ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ടാൽ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ ആക്രമണത്തിനെതിരെ പ്രതിരോധം തീർക്കാനാകും. കൂടാതെ കണ്ണ് ചിമ്മുന്ന സമയത്തിനുള്ളിൽ ശത്രുവിന്റെ ആക്രമണം നിർവീര്യമാക്കാനുള്ള വേഗത ഈ സംവിധാനത്തിനുണ്ട്. അതിനാൽ തന്നെ ഇവയ്ക്ക് ഹൈപ്പർസോണിക് ആയുധങ്ങളെ വരെ തടയാനുമാകും. മാത്രവുമല്ല, ആക്രമണങ്ങളെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും പരമാവധി കുറയ്ക്കാൻ ഇവയ്ക്കാകും. അടുത്തിടെ അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് 300 കിലോവാട്ട് കരുത്താണുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതേ തുടർന്ന് 500 കിലോവാട്ടിന്റെ ലേസർ ആയുധം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ അമേരിക്ക. ചൈനയെ സംബന്ധിച്ച് ഷെങ്-1 എന്ന 100 കിലോവാട്ട് ശേഷിയുള്ള ലേസർ ആയുധമാണ് അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് 2 കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ നേരിടാനാകൂ. ഷെങ്-1നൊപ്പം സൈനികർക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന 50 കിലോവാട്ടിന്റെ ലേസർ റൈഫിളും ചൈന വികസിപ്പിച്ചു വരുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ 50 കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ശക്തമായ ലേസർ ആയുധം വികസിപ്പിക്കാനുള്ള ശ്രമവും ചൈന നടത്തി വരുന്നുണ്ട്. നിലവിൽ ഇസ്രായേലിന്റെ പക്കലുള്ള അയൺ ബീമിന് 100 കിലോവാട്ട് ശേഷിയാണുള്ളത്. റഷ്യയും സമാനമായ ആയുധ ഗവേഷണം നടത്തി വരികയാണ്. ഇതിനിടെയാണ് ഈ രംഗത്ത് ഇന്ത്യയും ചുവടുറപ്പിച്ചിരിക്കുന്നത്. സൂര്യ ഹൈ എനർജി ലേസർ ആയുധ വികസനത്തിലൂടെ ആഗോളതലത്തിലെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഒരു പടി കൂടി മുന്നോട്ട് കയറിയിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.